രാമായണ കഥ നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. സീതയും രാമനും അല്ലേ. എനിക്ക് എപ്പോഴും ഒരു എന്താ പറയുക അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ വേണമെന്ന് തോന്നിയിട്ടുള്ളത് പുരാണ കഥാപാത്രങ്ങളിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ശിവനും പാർവതിയും തമ്മിലുള്ള ആ ഒരു സ്നേഹം, അവരുടെ ആ കുടുംബജീവിതം പോലെയൊക്കെ മതി. അതാണ് ഒരു എന്താണ് നമുക്ക് മാതൃകയാക്കണം എന്ന് തോന്നിയാൽ എടുക്കാവുന്ന ഒരു കഥയിലെ രണ്ട് വ്യക്തികൾ എന്ന് പറയാം. കാരണം അവരുടെ ജീവിതത്തിൽ നമ്മൾ കഥകൾ എല്ലാം നമുക്ക് കേട്ടും കണ്ടിട്ടുള്ള ഒരു പരിചയമാണ്. പക്ഷെ അവരുടെ ജീവിതം ഒരു വ്യത്യസ്തമാണ് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി എനിക്കുള്ളത്. ഇപ്പം നമ്മൾ സീത രാമൻ, അപ്പം കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. സീതയും രാമനും കണ്ടുമുട്ടുന്നതും അവർ വനവാസത്തിന് പോകുന്നതും, വനവാസ സമയത്ത് ഇപ്പം സീത ഉത്തമയായ ഒരു സ്ത്രീയായി ഭർത്താവിനൊപ്പം വനത്തിലേക്ക് പോകുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ത്യജിച്ച് ഭർത്താവ് ഏത് അവസ്ഥയിൽ കഴിയുന്നോ അതേ അവസ്ഥയിൽ കഴിയാൻ പോകുന്നു. കൂടെ നമ്മുടെ ലക്ഷ്മണനും ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുവാനായിട്ടുള്ള മാർഗം നോക്കുന്നത് അല്ലേ. ഒരു മാനിൻ്റെ രൂപത്തിൽ ഒരു രാക്ഷസനെ അയക്കുന്നു. അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സീത യഥാർത്ഥത്തിൽ അവിടെ ഒരു തെറ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാനിനെ കാണുന്നു, അതിൽ അതിയായിട്ടുള്ള ആകർഷണം തോന്നിയിട്ട് അതിനെ വേണമെന്ന് തൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ സീതയ്ക്ക് അത് ഇവർ ശ്രമിച്ചിട്ട് ആ മാനിനെ പിടിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ആ മാനിൻ്റെ പുറകെ പോവുകയാണ്. പോകുമ്പോൾ നമുക്ക് വിചാരിക്കാം അതിനെ കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് അതിനെ വിട്ടേക്ക് എന്ന് ഇവരാരും തന്നെ വിചാരിക്കുന്നില്ല അല്ലേ. അവർക്കെല്ലാവർക്കും അപ്പോൾ സീത എന്ന ആ ഒരു ആഗ്രഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് രാമന് ആ മാനിൻ്റെ പുറകെ പോകേണ്ടി വന്നത്. അനുജനെ സീതയെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു, ഇടയ്ക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ മൂലം സീത ലക്ഷ്മണനെയും രാമൻ്റെ പുറകെ വനത്തിലേക്ക് വിടുകയാണ്. ലക്ഷ്മണൻ പോകുന്നതിന് മുമ്പ് ലക്ഷ്മണ രേഖ കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും, അങ്ങനെ വരച്ചിട്ടാണ് അതിനപ്പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് സീത അത് ഒരു കാരണവശാലും പോകരുത് എന്ന് പറഞ്ഞിട്ടും സീതയുടെ മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു അല്ലേ. കാരണം ഒരു ഭിക്ഷയ്ക്ക് വരുന്നു, അവിടെ നിന്ന് തരരുത് ആ കഥയാണെങ്കിൽ പോലും തന്നോട് പറഞ്ഞ ഒരു വാക്ക് സീത പാലിക്കാതെ പോകുന്നു. അതെന്ത് പ്രശ്നമുണ്ടായാലും പറയാം, എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു അനുസരണ അല്ലെങ്കിൽ ആ പറഞ്ഞ ആ ഒരു കാര്യം പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ സീതയ്ക്ക് ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം പിന്നീട് ഉണ്ടാവില്ലായിരുന്നു അല്ലേ. പുറത്തേക്ക് പോകുന്നു, അങ്ങനെ രാവണൻ കൊണ്ടുപോകുന്നു അല്ലേ, യുദ്ധം നടക്കുന്നു, സീതയെ കൊണ്ടുവരുന്നു. സീതയെ കൊണ്ടുവന്നിട്ടും സീതയ്ക്ക് ഒരു ജീവിതം കിട്ടിയോ? ഇല്ല. അങ്ങനെ സീതയുടെ ജീവിതത്തിൽ മുഴുവൻ ഈ പ്രശ്നങ്ങളാണ്. ഏറ്റവും വലിയ പ്രശ്നം സീതയ്ക്ക് നേരിടേണ്ടി വന്നത് ഈ ഒറ്റ കാര്യത്തിലാണ് അല്ലേ, രാവണൻ കൊണ്ടുപോയി എന്നുള്ള ഒറ്റ കാര്യത്തിലാണ്. പക്ഷേ സീത എത്ര പതിവ്രതയായിരുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് രാവണൻ അല്ലേ. പക്ഷേ ഇങ്ങനെ വേറൊരു കഥ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം. അതായത് രാവണൻ്റെ മകളാണ് സീത. അങ്ങനെ സീതയുടെ ദുഃഖങ്ങൾ കണ്ടിട്ട് അച്ഛനായ രാവണൻ അവളെ കൊണ്ടുപോകുന്നതാണ് എന്ന ഒരു ഗ്രന്ഥത്തിലും പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവുണ്ട്. ഞാൻ പഠിച്ച സമയത്ത് ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ സീത എടുത്ത തീരുമാനങ്ങൾ, സീതയുടെ മനസ്സിനുണ്ടായ ചാഞ്ചല്യം, അതുമൂലമാണ് സീതയുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ വന്നല്ലേ. പോകരുത്, ആ വരയ്ക്കപ്പുറം പോരുമെന്ന് പറഞ്ഞാൽ പോകരുത് അല്ലേ. എന്തിനു പോയി? അത് എന്ത് കാരണവശാലും പോകാൻ പാടില്ല. പ്രത്യേകിച്ചും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അങ്ങനൊരു കാര്യം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ലക്ഷ്മണൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു രേഖ വരച്ചത്? ഒരുപക്ഷെ ലക്ഷ്മണൻ അറിയാൻ കാടാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം സീതയ്ക്കുണ്ടായിരുന്നു. സീത ഒരു നിമിഷം
ആ മനസ്സിൽ ഒരു ചാഞ്ചല്യം ഉണ്ടായപ്പോൾ നഷ്ടപ്പെട്ടത് തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളുമാണ്. സീതയെ കൊണ്ടുവന്നെങ്കിലും, തിരികെ രാവണൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നെങ്കിലും പിന്നീട് സീതയ്ക്ക് അഗ്നി ശുദ്ധി വരുത്തേണ്ടി വന്നു. എന്നിട്ടും സീതയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ലാസ്റ്റ് സീതയുടെ അവസാനം എവിടെയായിരുന്നു അറിയാം അല്ലേ? തനിക്ക് ആരാണോ ജന്മം തന്നെ അവിടേക്ക് തന്നെ സീത പോവുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? പലപ്പോഴും നോ എന്ന് പറഞ്ഞാൽ നോ ആയിരിക്കണം, വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെ ആയിരിക്കണം. അവിടെ എങ്കിലും എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഈ നമ്മുടെ പുരാണങ്ങളായാലും സിനിമയായാലും എന്ത് കഥകളായാലും എന്തായാലും നമ്മളത് വായിച്ച് വെറുതെ തള്ളിക്കളയാൻ പാടില്ല. അതിലെന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണും. അത് നമ്മൾ മനസ്സിലാക്കി ആ നന്മയെ നമ്മുടെ മനസ്സിലെപ്പോഴും ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, എന്ത് ലഭിക്കുമെന്നറിയാമോ? പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന് നമുക്ക് പലപ്പോഴും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വെറും പറയും മലയാളമല്ലേ, അത് കുറേ കഥയല്ലേ, കവിതയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ അത് ഒരു കഥയായി കവിതയായി തള്ളിക്കളയാതെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകുമോ എന്ന് കൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് ഓരോ ജീവിത പാഠങ്ങളാണ് തരുന്നത്. കാരണം ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ കുഞ്ഞിലെ തൊട്ട്, അത് ഏത് കുട്ടികളാണെങ്കിലും, മലയാളികളാണെങ്കിലും മറ്റേത് ഭാഷയിലുള്ള കുട്ടികളുണ്ട്, കേട്ട് വളരുന്നത് ആദ്യത്തെ കഥകൾ എന്തായിരിക്കും? ഒരു ഗുണപാഠമുള്ള കഥകളായിരിക്കും. എന്താണ് ആ ഗുണപാഠമുള്ള കഥകൾ? കഥയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ കയറുന്ന കാര്യമാണ്. ബാക്കിയുള്ള ഒരു കഥയുടെ പകുതി കേട്ടിട്ട് ബാക്കി കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ നമ്മളത് ശ്രദ്ധയോടുകൂടി കേൾക്കും. അപ്പോൾ അതിൽ നിന്നൊരു ഗുണപാഠം കൊടുത്തു കഴിഞ്ഞാൽ അതും മനസ്സിൽ ഇരിക്കും. അതിനാണ് ഈ കഥകൾക്കൊപ്പം ഈ ഗുണപാഠം കൂടി ചേർത്ത് വയ്ക്കുന്നത്. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഉള്ള ഒരു ഗുണപാഠ കഥകളാണ് ഇത്തരത്തിലുള്ള പുരാണങ്ങളൊക്കെ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ജീവിത സത്യങ്ങൾ ഒരുപാടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് നേരിടാനായിട്ട് ഉള്ള പ്രാപ്തി നമ്മളുടെ മനസ്സിന് തീർച്ചയായിട്ടും ഉണ്ടാവും. ശരിയല്ലേ?